ഹായ്, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വിജയിക്കണം വിജയിക്കണം ഒരുപാട് ആഗ്രഹമാണ്. പക്ഷെ എങ്ങനെ വിജയിക്കാം, അതിനെന്താണ് ചെയ്യേണ്ടത്? പല പല മാർഗങ്ങൾ പല രീതിയിൽ നമ്മൾ കേൾക്കാറുമുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് നമ്മൾ അടിസ്ഥാനപരമായി അതിനെ കൃത്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്കും പകർത്താം ഈ ശീലങ്ങളാണ് എല്ലാവരെയും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ചില ആളുകൾ ജീവിതത്തിൽ തുടരെ തുടരെ വിജയങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാറില്ലേ? എത്രയെത്ര വിജയ മാതൃകകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഇവരൊന്നും ഒരു സുപ്രഭാതത്തിൽ വിജയിച്ചവരല്ല. അക്ഷീണ പരിശ്രമത്തിലൂടെ വിജയത്തിലേക്ക് നടന്ന് അടുത്തവരാണ്. അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് പരിശ്രമത്തിന്റെ പാത പിന്തുടരാൻ നമ്മളും റെഡിയാകുക. എല്ലാവർക്കും ആഗ്രഹം വിജയിക്കണം വിജയിക്കണം, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ട് വിജയിച്ചില്ലെന്ന് പറഞ്ഞിട്ട് കഥയില്ല. അതുകൊണ്ട് ലോക ജനതയ്ക്ക് എന്നും മാതൃകയായ ഒരുപാട് പേര് നമുക്കറിയാം. ഇവരെയൊക്കെ വിജയത്തിൽ എത്തിച്ചത് പണത്തിലും പ്രശസ്തിയും കൊണ്ട് ഒരിക്കലും വിജയത്തിൽ എത്തിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഇവരുടെ വിജയ രഹസ്യം? അത് ചില ശീലങ്ങളാണ്. ജീവിതത്തിൽ വിജയമുണ്ടാക്കിയ ചില വ്യക്തികളുടെ നമുക്ക് പകർത്താവുന്ന ചില ശീലങ്ങൾ പരിചയപ്പെടാം. പലതുള്ളി പെരുവെള്ളം എന്ന പോലെ ഈ ശീലങ്ങളിലൂടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അതിലൂടെ വിജയത്തിലേക്ക് അടുക്കാനും സാധിക്കും. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്പർ 1, അതിരാവിലെ എഴുന്നേൽക്കുക. ഇന്ന് പല ആളുകളും രാവിലെ എഴുന്നേൽക്കുന്ന ഒരു മടി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു പ്രകൃതമായിരിക്കാം, രാവിലെ ലേറ്റായിട്ട് ഉറങ്ങുന്നു, ലേറ്റായിട്ട് എണീക്കുന്നു എന്ന രീതി ആയിരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിരാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത്. ലോകത്തിൽ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ച വിജയം നേടിയ ആളുകളുടെ ഒരു പൊതുവായ ശീലമാണ് അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്നത്. പക്ഷേ പൊതുവെ ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ആളെല്ലാം വൈകിയാണ് കിടക്കുന്നതും വൈകിയാണ് എണ്ണിക്കാൻ താല്പര്യം. എന്നാൽ ഈ ശീലങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അതിരാവിലെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കൂ. അപ്പോൾ മനസ്സിലാകാം അതിൻ്റെ ഒരു മാറ്റം. ചെയ്യാത്തവർ ചെയ്തു നോക്കൂ. 2, അച്ചടക്കവും കൃത്യനിഷ്ഠതയും. അച്ചടക്കം, കൃത്യനിഷ്ഠത ഇവർ രണ്ടും വളരെ പരിശ്രമത്തിലൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരിക്കൽ നേടിയെടുത്താൽ ഈ ശീലം പിന്നീട് ഇല്ലാതാവുകയുമില്ല. മാത്രമല്ല, ഈ ശീലമുള്ള ആളുകൾക്ക് എത്ര വലിയ ദൗത്യവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. കൃത്യമായ ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ജീവിതത്തിൽ അച്ചടക്കവും കൃത്യനിഷ്ഠതയും ശീലമാക്കാൻ സാധിക്കും. തുടങ്ങിവെച്ച നല്ല ശീലങ്ങൾ നിർത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. 3, ധ്യാനം. നമ്മുടെ ജീവിതത്തിൽ എത്ര തിരക്കേറിയ സമയമാണെങ്കിലും ധ്യാനത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നതാണ് കുറെ പേർ. പക്ഷെ അങ്ങനെ സമയം കണ്ടെത്തുന്നവർ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. ദിവസത്തിൽ അല്പസമയെങ്കിലും അതിനു വേണ്ടി സമയം കണ്ടെത്തുക. ജീവിതത്തിൽ കുറച്ച് സമയം ധ്യാനത്തിനായിട്ട് ഇരിക്കുമ്പോൾ അത് നമ്മുടെ ജീവൻ തന്നെ മനോഹരമാക്കി തീർക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ധ്യാനം അത് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് നിങ്ങളിപ്പം 10ഓ 15ഓ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ ഡെയിലി ചെയ്ത് ശീലിച്ചാൽ അത് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരുമെന്നുള്ളതാണ്. 4, കുടുംബത്തിന് പ്രാധാന്യം ചെയ്യുന്നവർ. എത്ര വലിയ തിരക്കുണ്ടായാലും കുടുംബത്തിന് നൽകേണ്ട സമയം ആ സമയം നൽകുക. വിജയത്തിന്റെ എത്ര പടവുകൾ കയറിയിട്ടുണ്ടെങ്കിലും കുടുംബത്തെ ചേർത്ത് നിർത്തുക. തിരക്കിട്ട ജീവിതമാണ്, പുറത്തു പോകേണ്ടി വരും, പല ആളുകളുമായി കാണേണ്ടി വരും. പക്ഷേ ഒരു ടൈം അവർക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചവർ എല്ലാവരും കുടുംബത്തെ ചേർത്ത് നിർത്തിയവരാണ്. അതിനാൽ കുടുംബത്തിന് പ്രാധാന്യം നൽകുക. 5, ചെറിയ ലക്ഷ്യങ്ങൾ. വലിയൊരു യാത്രയെ പല ലക്ഷ്യസ്ഥാനങ്ങളാക്കി തിരിച്ച് അതിൽ ഓരോന്നിലേക്കും എത്താൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്കാണ് കൂടുതൽ അടുക്കുന്നത്. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കുന്നവരായിരിക്കും മിക്കവരും. പക്ഷേ ആ ലക്ഷ്യത്തെ പല ഘട്ടങ്ങളാക്കി തിരിച്ച് ആ ഓരോ ഘട്ടങ്ങളും കീഴടക്കാൻ ശ്രമിക്കുക. അത് ലക്ഷ്യസ്ഥാനത്തെ നമ്മിലേക്ക് കൂടുതൽ അടുപ്പിക്കും. മാത്രമല്ല, ആ ചെറിയ ചെറിയ വിജയങ്ങൾക്ക് നമുക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യും. 6, കൃതജ്ഞത ഉള്ളവരായിരിക്കുക. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ ഓർത്ത് പരിതപിക്കുന്നവരാണ് ഈ ലോകത്ത് കൂടുതൽ. പക്ഷെ അതൊരിക്കലും വിജയം കൊണ്ടുവരുന്ന ശീലമല്ല. നിരാശയും മോഹഭംഗങ്ങളും എല്ലാം തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷേ അത്തരം അവസരങ്ങളിൽ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് മാത്രം
ചിന്തിക്കുക, അതിൽ നന്ദിയുള്ളവരായിരിക്കുക. 7 സ്വപ്നങ്ങൾ കൈവിടാതിരിക്കുക. ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കുമ്പോഴും ആ സ്വപ്നത്തെ മുറുകെ പിടിക്കുക. സ്വപ്നങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവർക്ക് ഒരിക്കലും ജീവിത വിജയം ഉണ്ടാകുകയില്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും കഷ്ടകാലങ്ങളും വരും, പക്ഷേ തീർച്ചയായും അവ മാറി നല്ല സമയം വരും. ഇതാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ യഥാർത്ഥമാക്കുന്നത്, നിങ്ങളുടെ സ്വപ്നത്തെ കളർ നൽകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക. ഇന്ന് പല വ്യക്തികളും ആഗ്രഹിക്കുന്നു ഞാൻ വിജയിക്കണം, ഞാൻ വിജയിക്കണം. പക്ഷേ വിജയിക്കുന്നതോടൊപ്പം തന്നെ ചെയ്യേണ്ട ചില ശീലങ്ങൾ അത് മുറുകെ പിടിക്കുക. ഒരു ശീലത്തെ മറന്നാൽ പോലും നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിജയത്തിന്റെ പാത തെളിയിക്കുക. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്